പണി മൊത്തം പണി, എട്ടിന്റെ പണി. മിക്കവാറും ജനം TV ഏറി കയറും. ജനം TV ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ജനം TV ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ജനം TVയുടെ ക്രിസ്തീയ വേട്ടയ്ക്കെതിരെ പ്രാർത്ഥനാ സംഗമം ജൂലൈ 12-ന്. നേരം വെളുത്ത ഉടനെ ജനം TV 4 പേരെ പിടിച്ച് വട്ടവിരുത്തി ചർച്ചയാണ്. ബിനു വാഴമുട്ടം പാസ്റ്റർ, പത്തനംതിട്ട ഏലോഹി വർഷിപ്പ് സെന്റർ, ഇങ്ങനെ തുടങ്ങിയവരെ ചർച്ച നീണ്ടു പോവുകയാണ്. മതം മാറ്റല്, കോലവിളി. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റൂല. എല്ലാ ചാനലും ഇങ്ങനെയുള്ള വർഷിപ്പ് സെന്ററിനെയും ബിനു പാസ്റ്ററിനെതിരെയുള്ള വാർത്തകൾ ചെയ്തിട്ട് എല്ലാ ചാനലും ഇന്ന് വെച്ച് മതിയാക്കി അവർ അടുത്ത വാർത്ത കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നും ജനം TV എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ജനം TV ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ വാർത്ത റീച്ചായിട്ടുള്ളത് ഈ ബിനു വാഴമുട്ടം പാസ്റ്ററുടെ വീഡിയോകളാണ്. ബിനു വാഴമുട്ടം പാസ്റ്റർക്കെതിരെ ചെയ്ത വീഡിയോകളാണ്. സത്യം പറഞ്ഞാൽ പാസ്റ്ററെ കൊണ്ട് ഈ ചാനൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. കൂടെ ഉള്ളവർക്ക് കൂലി കൊടുക്കണ്ടേ? പാസ്റ്റർ ബിനു വാഴമുട്ടം വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതയ്ക്കുള്ള കാര്യം എന്താണ്? ജനം TV പുറത്തുകൊണ്ടുവന്ന വാർത്ത. നിരന്തരം ഇയാൾക്കെതിരെ വാർത്ത നൽകി. എന്റെ വീഡിയോ തുടക്കത്തിൽ മുതലേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്തീയ പ്രവർത്തനത്തിനകത്ത് ഉള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, രോഗസൗഖ്യം, മറ്റുള്ള വിഷയങ്ങൾക്ക് എല്ലാത്തിനും എതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവനൊക്കെ ഇനി അവസാനത്തെ പള്ളിയും പൊളിക്കുമെന്ന ലെവലിൽ വന്നപ്പോ പിന്നെ ഞാനിപ്പം അത് മൊത്തം ഏകദേശം അങ്ങ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി പോലീസ് ഏമാന്മാരല്ല, ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ചെറുവിരൽ മാത്രമല്ല, കൈ മുഴുവൻ അനക്കിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ എത്രത്തോളം കാലതാമസം വെച്ച് പുലർത്തുന്നു അത്രത്തോളം ഈ വാർത്തയുടെ ആഴത്തിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരും. ആ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും റീച്ച് ആകാത്ത വീഡിയോകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെ ബിനു വാഴമുട്ടം പാസ്റ്ററിന്റെ പേര് വന്ന വീഡിയോകൾ നല്ല റീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കിട്ടിയ തക്ക മുതലെടുത്ത് ചെയ്യുകയാണ്. പിന്നെ വേറൊരു കാര്യം, ജനം ചാനലിന്റെ പേര് പറഞ്ഞ് മറ്റുള്ള യൂട്യൂബ് ചാനലുകൾ വീഡിയോ ചെയ്യുമ്പോൾ ജനം TV ചാനലിന് അത് നല്ലൊരു റീച്ചാണ്. ഈ വാർത്ത പോലും ജനം TV ചാനലിന് നല്ലൊരു റീച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ജനം TV ബിനു വാഴമുട്ടം പാസ്റ്ററിനെയും ഷാജു പാലിയോട് ഇവരെയൊക്കെ വാർത്ത ഇട്ടങ്ങ് റീച്ചാക്കി കളഞ്ഞു. ഇന്ന് അവരെ അറിയാത്ത മലയാളികളില്ല. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ അവരെ നന്നായിട്ട് അറിയുന്നു. കാര്യം ഒറ്റ കാരണം ജനം TVയാണ്. അതിനൊരു പ്രത്യേക നന്ദിയുണ്ടേ. ചാനലിനോട് എനിക്കൊരു കടപ്പാട് ഇപ്പൊ ഉണ്ട്. കാരണം അറിയാം, എന്റെ കൂട്ടുകാരന്മാർ വിചാരിച്ചിട്ട് എന്നെ ഉയർത്താൻ പറ്റിയില്ല, പള്ളിയിലുള്ളവർ വിചാരിച്ചിട്ട് ഒരു പരിധിയിലേക്ക് ഉയർത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്ന ഈ പാലിയോടുള്ള എന്റെ വാർത്ത എടുത്ത് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി ഞാരുടെ ഗുണ്ടബിനുവാണ്. കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, പക്ഷെ നമ്മൾ മാത്രം ഈ വിഷയത്തിന് പുറകെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നമ്മുടെ 2-3 ബ്യൂറോകൾ, പ്രത്യേകിച്ച് 2 ബ്യൂറോകൾ, ആ ബ്യൂറോകൾ എത്രമാത്രം വലിയ എഫർട്ട് എടുത്തിട്ടാണ് വാർത്തകൾ പുറത്തുകൊണ്ടുവരുന്നത്. ഈ വിഷയമാണ് ഇന്ന് 10 മണി മുതൽ 1 മണി വരെയുള്ള 3 മണിക്കൂർ ജനം TV വളരെ വിശദമായി പരിശോധിക്കുന്നത്. ടിനു ജോർജിനെതിരെ വീഡിയോ, തങ്കു, അതേപോലെ MA വർഗീസ്, സുരേഷ് ബാബു, ബിനു വാഴമുട്ടത്തിനെതിരെ നിറയെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ വീഡിയോ ഇട്ട സമയത്ത് IT ന്യൂസിലും പറഞ്ഞ കണ്ടിരുന്നുണ്ട്. ഷാജു ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തെ കുറിക്കാൻ വേണ്ടി. ഈ വയൽ വിളിച്ചോന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഓരോരുത്തന്മാർ 100 വിളിക്കും, ചിലരൊക്കെ ഇരുന്നിട്ട് വിളിക്കും. പിന്നെ പക്ഷേ കുറച്ച് കാര്യമുണ്ട്, ഇങ്ങനെ കുറച്ച് കണ്ടന്റ് ഞങ്ങളിലുണ്ട്, അതങ്ങോട്ട് തരാം, ഒരു വീഡിയോ ആയിട്ടിടണമെന്ന്. ഞാൻ കണ്ടന്റൊക്കെ എടുത്ത് നോക്കും. ഇവര് പറഞ്ഞിരിക്കുന്ന ആരോപണം എന്റെ ജീവിതവുമായിട്ട് ഞാനൊന്ന് താരതമ്യപ്പെടുത്ത് നോക്കും. മനസ്സിലായില്ലേ? ചില വിഷയങ്ങളൊക്കെ നോക്കുമ്പോ അപ്പൊ ഞാനൊരു തൈക്കിളവനാണെങ്കിലും ചെറിയ ഞരമ്പുകളൊക്കെ എന്റെ അകത്ത് അതോ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇച്ഛിക്കാത്തൊരു തിന്മയെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ചില ഞരമ്പുകളൊക്കെ നമ്മളകത്തും ഉണ്ട്. മനസ്സിലായല്ല? തൈക്കിളവനാണെങ്കിൽ തന്നെയും വ്യക്തിപരമായ വിഷയങ്ങൾ ഞാൻ എന്റെ വീഡിയോയിൽ ഞാനത് പരാമർശിച്ച് വീഡിയോ ഇടാറില്ല. അങ്ങനെയൊക്കെ നിർബന്ധിച്ച് ആരെങ്കിലും തരുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ വ്യക്തിപര വിഷയം ഏതെങ്കിലും ഉപദേശ വിഷയങ്ങളോ താർക്കിക വിഷയങ്ങളോ ഞാൻ ഇടും. അല്ല അവരെ കുടുംബത്തെ കലക്കാനോ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാനോ അവൻ വിശുദ്ധനല്ലെന്ന് പറയാനോ അവൻ വ്യഭിചാരം ചെയ്യുമെന്ന് പറയാനോ അവന് ഈ പെണ്ണുമായിട്ട് പ്രണയമുണ്ടെന്ന് പറയാനോ എനിക്കാളൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വീഡിയോ ഇടുന്ന ഒരുപാട് വിശുദ്ധന്മാരൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് ഈ വയലിന്റെ അടുത്ത് മാത്രമല്ല, ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ വിചാരിക്കും ഞരമ്പെന്ന് പറഞ്ഞു, തരികിട തിത്തരികിട ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആരുടെയും കുടുംബത്തെ തകർക്കാനോ അല്ലെങ്കിൽ ആർക്കും ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകാനോ നരകത്തിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തിനകത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രാഗൽഭ്യത്തിൽ തന്നെയാണ് ഞാൻ എന്നെ ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ യുവമാരെല്ലാം വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു അജണ്ടയൊന്നുമില്ല, മനസ്സിലായല്ലേ? എനിക്ക് പിന്നെ ക്രിസ്ത്യൻസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുക, ഹിന്ദുവിനെ എതിർത്തോണ്ടിടുക, മുസ്ലിമിനെ എതിർത്തോണ്ടിടുക, എവിടെ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ഞാൻ ആ വീഡിയോ ഇടാറുണ്ട്. പിന്നെ സുവിശേഷ വിരോധികൾ സഭയുടെ ബോർഡ് നശിപ്പിച്ചു. മാവേലിക്കര കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ 40,000 രൂപ മുടക്ക് മുതലുള്ള ബോർഡ് സുവിശേഷ വിരോധികൾ കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിച്ചു. പാസ്റ്റർ ലിജു നൈനാൻ ഇവിടെ ശുശ്രൂഷിക്കുന്നു. PCI സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചു മാവേലിക്കര പോലീസിൽ പരാതി നൽകി. ഈ വിഷയത്തിൽ പരാതി സ്വീകരിച്ചു നടപടികൾ തുടങ്ങി. കേരളത്തിൽ വ്യാപകമായി പെന്തകോസ്ത് സഭകൾക്ക് നേരെ സുവിശേഷ വിരോധികൾ പ്രതികൂലങ്ങൾ അഴിച്ചുവിടുകയാണ്. ജനം TV നിരന്തരം പാസ്റ്റേഴ്സിനെ അധിക്ഷേപ വർഷം നടത്തുന്നു. കേസ് കൊടുത്തിട്ടും ജനം TVക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല. PCI സ്റ്റേറ്റ് കമ്മിറ്റി ആശങ്ക രേഖപ്പെടുത്തി. വിശദമായ വാർത്തകൾ പിന്നാലെ. ഈ വിനുവാഴമുട്ടത്തിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ല? ആദ്യം വീഡിയോ ഇട്ട ഞാനെന്നാണ് തോന്നുന്നത്. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ഈ വീഡിയോ മാത്രമല്ല ചില വീഡിയോകളെല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. മാക്സിമം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവനൊക്കെ ഇനി അവസാനത്തെ പള്ളിയും പൊളിക്കുമെന്ന ലെവലിൽ വന്നപ്പോ പിന്നെ ഞാനിപ്പം അത് മൊത്തം ഏകദേശം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കൃഷി ഇങ്ങനെയൊക്കെയുള്ളവരുടെ പരിപാടികളിൽ നടത്തുന്ന വീഡിയോ ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് കാരണം ഇവന്മാരുടെ അജണ്ട എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ കൂടെ അമ്മമാർക്കൊരു ഉപോത്ഫലകമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവരുടെ താളത്തിനൊത്ത് ഞാനും താളം പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്യുന്നില്ല. പിന്നെ ആരെങ്കിലും സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നെങ്കിൽ അവരെ ഇറങ്ങി പോടാന്ന് പറയില്ല. അതുകൊണ്ട് നിങ്ങളിനി പിന്നെ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചാലും മുസ്ലിം സഹോദരങ്ങളെ കൂട്ടുപിടിച്ചാലും കമ്മ്യൂണിസ്റ്റിനെ കൂട്ടുപിടിച്ചാലും കോൺഗ്രസിനെ കൂട്ടുപിടിച്ചാലും മാവോയിസ്റ്റിനെ ഈ ലോകത്തുള്ള ഏത് ISISനെ കൂട്ടുപിടിച്ചിട്ട് ക്രിസ്ത്യാനിക്കെതിരെ നിങ്ങൾ ചെയ്താലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭൂരിപക്ഷം പലപ്പോഴും ചരിത്രം കുറിച്ചവരാണ്, ചരിത്രം എഴുതിയവരാണ്. പക്ഷേ ന്യൂനപക്ഷം ചരിത്രത്തെ മാറ്റി എഴുതിയവരാണ് എന്ന് മനസ്സിലാക്കണം. ബൈബിളിലെ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ബാലാജൻ, ഒരു ബാജാനുബാഹുവും കൂട്ടനും ഒരു പീക്രി ഒരു കണവയല്ല കവണയും കൊണ്ടുവന്ന ദാവീദിന്റെ മുമ്പിൽ അവൻ വിറച്ച് കീഴ വീണത് കണ്ടു, മനസ്സിലായില്ലേ? ഇത് പിന്നെ കൊലവിളിയോ മുറവിളിയോ ഒന്നുമല്ല, അതവന്റെ അകത്തുള്ള ആധ്യാത്മികമായ ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അംഗബലം കൂട്ടി ഈ ക്രിസ്ത്യാനികളുടെ ആത്മീക വീര്യത്തെ കെടുത്താമെന്ന് ചിന്തിച്ചാൽ ഈ വഴി ഞങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളതാണ്. ഇതെല്ലാം മുമ്പേ വന്നതാണ്, മുമ്പേ ഇതിലൂടെയൊക്കെ കടന്നു വന്നതാണ്. ആ മാർഗമാണ്, മനസ്സിലായില്ലേ? അന്നൊക്കെ സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാർ രാജാക്കന്മാരൊന്നും അനുകൂലമല്ലായിരുന്നു. യേശുവിനെ പറഞ്ഞു, ലോകം നിങ്ങൾക്ക് ഇനിയും അനുകൂലമല്ല. പച്ചമരമായ എന്നോട് ഈ ലോകം അനുകൂലത കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിമരം നിങ്ങളെടുക്കലും ഇല്ല, മനസ്സിലായില്ലേ? ലോകം നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. അല്ലെങ്കിൽ ബിനു വാഴമുട്ടത്തെ പിടിച്ച് പിന്നെ ജയിലിടാൻ പറ്റും, വേണമെങ്കിൽ പുറകെ നടന്ന് ഒരു ഇതൊക്കെ ഒരു ആണത്വമാണോ? ഇതൊക്കെയല്ല, ഇതൊക്കെ ആണത്വം എന്നൊക്കെ പറയുമ്പോ മഹാഭാരതത്തിന്റെ കർണനെയാണ് ഓർമ്മ വരുന്നത്, മനസ്സിലായല്ലേ? അവൻ ആ കർണന്റെ ഒക്കെ ഒരു ആർജവും രോമാഞ്ചവും ഒക്കെയാണ് ഞങ്ങൾ പലപ്പോഴും ഒക്കെ സ്മരിക്കുന്നത്, വയവിറക്കുന്നതും. അതുകൊണ്ട് ലക്ഷ്യം നേടാൻ ഇങ്ങനെയൊക്കെയുള്ള ഊളമാർഗങ്ങളൊന്നും ഉപയോഗിക്കരുത്. ലക്ഷ്യം വിശുദ്ധമാണ്, മാർഗവും വിശുദ്ധമായിരിക്കണം, അടിസ്ഥാനവും വിശുദ്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകാൻ പറ്റും. അല്ലാതെയുള്ള ഇത് ഒരിടവും എത്താതെ തന്നെ പോകും എന്നതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ബിനു വാഴമുട്ടം
ഒരു ഹിന്ദുക്കളുടെ വീടുകളിലും കയറി ഇറങ്ങി മതപരിവർത്തനം നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ തേടി വന്നവരോട് അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് അകത്ത്. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളിലും ഒരാളും ഒരു വീട്ടിൽ പോയിട്ട് യവന്മാര് പറയും പോലെ ഭഗവത്ഗീത എടുത്ത് എറിഞ്ഞ് അവിടെ എറിഞ്ഞ് ഇങ്ങനെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ ആർക്ക് നേട്ടമൊന്നുമില്ല. പിന്നെ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, എല്ലായിടവും പോയി, എല്ലാവരും കൈവിട്ടു എന്ന് പറഞ്ഞ് വരുന്ന നിസ്സഹായരുണ്ട്. അവരെ കൈവിടില്ല. അവർക്ക് ആശ്വാസം കൊടുക്കും, പ്രബോധനം കൊടുക്കും, ആത്മീക വർധനവ് കൊടുക്കും. അവർ വേരൂന്നപ്പെടും. സനാതന ശാശ്വത മാർഗത്തിലേക്ക് അവർ വഴി നടത്തപ്പെടും.